അധ്യായം 48. കാലിഫോർണിയയിലെ എൻസിനിറ്റാസിൽ. ഒരു വിസ്മയം ഗുരുജി. അങ്ങ് വിദേശത്തായിരുന്നപ്പോൾ അങ്ങയുടെ അഭാവത്തിൽ ഞങ്ങൾ ഈ എൻസിനിറ്റാസ് ആശ്രമം പടുത്തുയർത്തി. ഇത് അങ്ങയ്ക്ക് ഒരു സ്വാഗത സമ്മാനമാണ്. മിസ്റ്റർ ലിന്നും ജ്ഞാനമാതായും ദുർഗാമാതായും മറ്റു ചില സാധകരും ഒരു ഗേറ്റ് കടന്ന് തണൽമരങ്ങൾ വച്ചുപിടിപ്പിച്ച ഒരു നടപ്പാതയിലൂടെ എന്നെ പുഞ്ചിരിയോടെ കൂട്ടിക്കൊണ്ടുപോയി. നീലസാഗരത്തിലേക്ക് തള്ളി നിൽക്കുന്ന വലിയ ഒരു വെള്ളക്കപ്പൽ പോലെ ഒരു സൗധം ഞാൻ കണ്ടു. ആദ്യം ഞാൻ മൂകനായി നിന്നുപോയി. പിന്നീട് ഓ, ആ എന്നീ വ്യാക്ഷേപങ്ങളും ഒടുവിൽ ആനന്ദവും കൃതജ്ഞതയും പ്രകടിപ്പിക്കാൻ മനുഷ്യന് അപര്യാപ്തമായ പദസമുച്ചയങ്ങളും ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ആശ്രമം ചുറ്റിക്കണ്ടു. അസാധാരണ വലിപ്പമുള്ള 16 മുറികൾ, ഓരോന്നും അതിമനോഹരമായി ഒരുക്കിയത്. പുൽപ്പരപ്പ്, മഹാസമുദ്രം, നീലാകാശം എന്നിവയുടെ ഒരു അൾത്താരയെ അവലോകനം ചെയ്തുകൊണ്ട് മേൽത്തട്ട് തൊടുന്ന അതിബൃഹത്തായ ജനാലകളുള്ള ഗംഭീരമായ പ്രധാന സഭാമന്ദിരം നിലകൊള്ളുന്നു. മരതകം, മേഘവർണം, ഇന്ദ്രനീലം എന്നിവയുടെ ഒരു മോഹന ലയവിന്യാസം. ഹാളിൽ ചൂട് നിലനിർത്താൻ വേണ്ടിയുള്ള അതിവിപുലമായ അഗ്നികുണ്ഡം. അതിനു മേലെയുള്ള തട്ടിൽ ക്രിസ്തുദേവന്റെയും ബാബാജിയുടെയും ലാഹിരി മഹാശയന്റെയും ശ്രീ യുക്തേശ്വരന്റെയും ചിത്രങ്ങൾ വച്ചിരുന്നു. പ്രശാന്തമായ ഈ പാശ്ചാത്യ ആശ്രമത്തിന് അനുഗ്രഹാശിസുകൾ അവർ ചൊരിയുന്നതായി എനിക്കനുഭവപ്പെട്ടു. ഹാളിന് നേരെ കീഴിലായി കിഴുക്കാം തൂക്കായ കരയുടെ ഉള്ളിലായി നിർമ്മിച്ചിരിക്കുന്ന 2 ഗുഹകൾ ആകാശത്തിൻ്റെയും സമുദ്രത്തിൻ്റെയും അനന്തതയെ അഭിമുഖീകരിക്കുന്നു. കരയിൽ സൂര്യസ്നാനത്തിന് പറ്റിയ ഒഴിഞ്ഞ മൂലകളും കല്ലുപാകിയ പാതകൾ നയിക്കുന്ന പ്രശാന്ത ലതാഗൃഹങ്ങളും പനിനീർപ്പൂന്തോട്ടങ്ങളും യൂക്കാലിപ്റ്റസിൻ്റെ ഒരു ഉപവനവും ഫലവൃക്ഷത്തോട്ടവും ഉണ്ടായിരുന്നു. സെന്റ് അവസ്റ്റയിലെ ഒരു വാസസ്ഥലത്തിനൊരു പ്രാർത്ഥന ആശ്രമ കവാടങ്ങളിലൊന്നിൽ തൂക്കിയിട്ടിരുന്നത് ഇങ്ങനെ വായിക്കാം: നന്മയും സ്ഥിരപ്രജ്ഞതയും നിറഞ്ഞ വിശുദ്ധരുടെ ആത്മാക്കൾ ഇവിടെ വന്നുചേരട്ടെ. ഭൂമിയെപ്പോലെ സമൃദ്ധവും സ്വർഗത്തോളം സമുന്നതവുമായ അവരുടെ അനുഗ്രഹങ്ങളുടെ വിമോചകമായ വരദാനങ്ങൾ നമുക്കേകിക്കൊണ്ട് അവർ നമ്മുടെ കൈകോർത്ത് പിടിച്ച് നമ്മോടൊത്ത് നടക്കട്ടെ. 1932 ജനുവരിയിൽ ക്രിയായോഗ ദീക്ഷ സ്വീകരിച്ച ശേഷം നിഷ്ഠയോടെ ക്രിയായോഗം പരിശീലിക്കുന്ന മിസ്റ്റർ ജെയിംസ് ജെ ലിൻ സെൽഫ് റിയലൈസേഷൻ ഫെലോഷിപ്പിന് ഒരു സമ്മാനമായി നൽകിയതാണ് എൻസിനിറ്റാസിലെ വിശാലമായ ഈ എസ്റ്റേറ്റ്. വിപുലമായി എണ്ണ വ്യാപാരം നടത്തുന്ന വ്യവസായികളുടെ തലവൻ, ലോകത്തെ ഏറ്റവും വലിയ റെസിപ്രോക്കൽ ഫയർ ഇൻഷുറൻസ് കമ്പനിയുടെ അധ്യക്ഷൻ എന്നീ നിലകളിൽ നിരവധി ചുമതലകൾ വഹിക്കുന്ന അമേരിക്കൻ ബിസിനസ്സുകാരനാണ് മിസ്റ്റർ ലിൻ. എങ്കിലും ദീർഘവും ഗാഢവുമായ ക്രിയായോഗ ധ്യാനത്തിന് നിത്യേന അദ്ദേഹം സമയം കണ്ടെത്തുന്നു. സന്തുലിതമായ ഒരു ജീവിതം ഇപ്രകാരം നയിക്കുന്ന അദ്ദേഹം സമാധിയിൽ അചഞ്ചലമായ ശാന്തിയുടെ ഈശ്വരാനുഗ്രഹം നേടിക്കഴിഞ്ഞു. 1935 ജൂൺ മുതൽ 1936 ഒക്ടോബർ വരെ ഞാൻ ഭാരതത്തിലും യൂറോപ്പിലുമായിരുന്നപ്പോൾ എൻസിനിറ്റാസിലെ ഈ ആശ്രമത്തിൻ്റെ നിർമ്മാണത്തെപ്പറ്റി എന്തെങ്കിലും വിവരം എനിക്ക് ലഭിക്കുന്നത് തടയാൻ കാലിഫോർണിയയിൽ നിന്ന് എനിക്ക് കത്തുകൾ അയച്ചിരുന്നവരുമായി മിസ്റ്റർ ലിൻ സ്നേഹപൂർവ്വം ഒരു ഗൂഢാലോചന നടത്തിയിരുന്നു. ആശ്ചര്യം, ആഹ്ലാദം. അമേരിക്കയിലെ എൻ്റെ ആദ്യകാല വാസത്തിനിടയിൽ ആശ്രമത്തിനു പറ്റിയ ഒരു ചെറിയ സ്ഥലം തേടി കാലിഫോർണിയ കടൽത്തീരമാകെ ഞാൻ നടന്നിരുന്നു. പറ്റിയ സ്ഥലം കണ്ടെത്തിയപ്പോഴൊക്കെ എൻ്റെ ശ്രമം വിഫലമാക്കുന്ന എന്തെങ്കിലും തടസ്സം തീർച്ചയായും ഉണ്ടാവുകയും ചെയ്തിരുന്നു. എൻസിനിറ്റാസിലെ സൂര്യപ്രകാശം നിറഞ്ഞ ഏക്കറുകളോളം വരുന്ന ആശ്രമത്തിൽ ഇപ്പോൾ ധന്യതയോടെ ഞാൻ മെഴിനട്ടിരുന്നപ്പോൾ ശ്രീ യുക്തേശ്വരൻ ദീർഘകാലം മുമ്പ് നടത്തിയ പ്രവചനത്തിൻ്റെ സാഫല്യം ഞാൻ വിനയാന്വിതനായി വീക്ഷിച്ചു. സമുദ്രതീരത്ത് ഒരു ധ്യാന സങ്കേതം. ഏതാനും മാസങ്ങൾക്ക് ശേഷം 1937 ഈസ്റ്റർ നാൾ പുതിയ ആശ്രമ അങ്കണത്തിൻ്റെ പുൽപ്പുറത്ത് പിൽക്കാലത്തെ അനേകം ഈസ്റ്റർ സൂര്യോദയ പ്രാർത്ഥനകളിൽ ആദ്യത്തെ ശുശ്രൂഷ ഞാൻ നടത്തി. ബൈബിളിലെ 3 പൗരസ്ത്യ ജ്ഞാനികളെപ്പോലെ 100 കണക്കിന് വിദ്യാർത്ഥികൾ
കിഴക്കുദിക്കിൽ സൂര്യദേവന്റെ ഉണർന്നെഴുന്നേൽപ്പിന്റെ ചടങ്ങ് എന്ന ഈ നിത്യാദ്ഭുതം ഭക്ത്യാദരങ്ങളോടെ നോക്കിനിന്നു. പടിഞ്ഞാറ് ശാന്തസമുദ്രം തന്റെ ഗംഭീരമായ സ്തുതിഗീതം മുഴക്കിക്കൊണ്ട് പരിലസിക്കുന്നു. അങ്ങകലെ വെളുത്ത ഒരു ചെറിയ പായ്ക്കപ്പൽ, ഒരു കടൽപക്ഷിയുടെ ഏകാന്തമായ പറക്കൽ. ക്രിസ്തുദേവ, അങ്ങ് ഉയർത്തെഴുന്നേറ്റു. വാസന്ത സൂര്യനോടൊപ്പം മാത്രമല്ല, ആത്മാവിൻ്റെ നിത്യപ്രഭാതത്തിലും. സന്തുഷ്ടമായ അനേകം മാസങ്ങൾ കടന്നുപോയി. എൻസിനിറ്റാസിലെ തികഞ്ഞ മനോഹാരിതയുടെ പശ്ചാത്തലത്തിൽ ദീർഘകാലമായി ഞാൻ വിഭാവനം ചെയ്തിരുന്ന കോസ്മിക് ചാൻസ് എന്ന കവിതാസമാഹാരം പൂർത്തിയാക്കി. അനേകം ഭാരതീയ ഗാനങ്ങൾ ഞാൻ ഇംഗ്ലീഷിലാക്കുകയും അവയ്ക്ക് പാശ്ചാത്യ സംഗീതം പകരുകയും ചെയ്തു. അക്കൂട്ടത്തിൽ ശ്രീശങ്കരൻ്റെ മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം, ബ്രഹ്മാനന്ദം എന്ന് തുടങ്ങുന്ന ബ്രഹ്മസ്തോത്രം, ടാഗോറിൻ്റെ എൻ്റെ ശ്രീകോവിലിൽ ആരാണ് എന്ന ഗാനം, എൻ്റെ രചനകളായ ഞാൻ എന്നും നിൻ്റേതായിരിക്കും, എൻ്റെ സ്വപ്നങ്ങൾക്ക് അപ്പുറമുള്ള രാജ്യത്ത്, നിനക്ക് എൻ്റെ ആത്മാവിൻ്റെ ആഹ്വാനം, വരൂ എൻ്റെ ആത്മാഹ്വാനം കേൾക്കൂ, നിശബ്ദതയുടെ ദേവാലയത്തിൽ എന്നിവ ഉൾപ്പെടുന്നു. ഈ സംഗീത പുസ്തകത്തിൻ്റെ മുഖവുരയിൽ പൗരസ്ത്യ ഗാനാലാപനത്തോടുള്ള പാശ്ചാത്യരുടെ പ്രതികരണത്തിൻ്റെ ആദ്യത്തെ ശ്രേഷ്ഠമായ എൻ്റെ അനുഭവം ഞാൻ വിവരിച്ചു. ഒരു പൊതുപ്രഭാഷണത്തിൻ്റെ വേദിയായിരുന്നു അത്. തീയതി 1926 ഏപ്രിൽ 18. സ്ഥലം ന്യൂയോർക്കിലെ കാർണിജി ഹാൾ. ഹേ ഹരിസുന്ദര എന്ന ഒരു ഹൈന്ദവ സങ്കീർത്തനം ആലപിക്കാൻ ഞാൻ ശ്രോതാക്കളോട് ആവശ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നു. ഒരു അമേരിക്കക്കാരനായ വിദ്യാർത്ഥി മിസ്റ്റർ ആൽവിൻ ഹൻസിക്കറോട് ഏപ്രിൽ 17 ഞാൻ രഹസ്യമായി പറഞ്ഞു. പൗരസ്ത്യഗാനങ്ങൾ അമേരിക്കക്കാർ എളുപ്പം മനസ്സിലാക്കുകയില്ലെന്ന് മിസ്റ്റർ ഹൻസിക്കർ തറപ്പിച്ചു പറഞ്ഞിരുന്നു. സംഗീതം സാർവലൗകികമായ ഒരു ഭാഷയാണ്. ഈ മഹനീയ സങ്കീർത്തനത്തിലെ ആത്മീയമായ ഉത്കർഷേച്ഛ അമേരിക്കക്കാർക്ക് അനുഭവവേദ്യമാകാതിരിക്കുകയില്ല. ഞാൻ മറുപടിയായി പറഞ്ഞു. അടുത്ത രാത്രിയിൽ ഹേ ഹരിസുന്ദരയുടെ ഭക്തിനിർഭരമായ ഈരടികൾ 3000-ൽ പരം കണ്ഠങ്ങളിൽ നിന്ന് 1 മണിക്കൂറിലേറെ നേരം ഉതിർന്നുകൊണ്ടിരുന്നു. ആലസ്യം വെടിഞ്ഞ പ്രിയപ്പെട്ട ന്യൂയോർക്കുകാരെ, സന്തുഷ്ടിയുടെ ലളിതമായ ഒരു സ്തുതിഗീതത്തിൽ നിങ്ങളുടെ ഹൃദയം പറന്നുയർന്നു. ഈശ്വരൻ്റെ അനുഗ്രഹീതമായ നാമം പ്രേമഭാവത്തോടെ പാടിയ ഭക്തജനങ്ങളുടെ ഇടയിൽ ആ സായന്തനത്തിൽ ദൈവീകമായ രോഗവിമോചനങ്ങൾ അനുഭവപ്പെട്ടു. 1941 ബോസ്റ്റണിലെ സെൽഫ് റിയലൈസേഷൻ ഫെലോഷിപ്പ് കേന്ദ്രം ഞാൻ സന്ദർശിച്ചു. ബോസ്റ്റൺ കേന്ദ്രത്തിൻ്റെ തലവൻ M.W. ലൂയിസ് കലാപരമായി അലങ്കരിച്ച ഏതാനും മുറികളുടെ ഒരു ശ്രേണിയിൽ എന്നെ താമസിപ്പിച്ചു. മന്ദസ്മിതത്തോടെ അദ്ദേഹം പറഞ്ഞു, സർ, അങ്ങ് അമേരിക്കയിലെത്തിയ ആദ്യകാലത്ത് കുളിമുറിയില്ലാത്ത ഒറ്റമുറിയിൽ അങ്ങ് ഈ പട്ടണത്തിൽ താമസിച്ചു. എല്ലാ സുഖസൗകര്യങ്ങളുമുള്ള ഏതാനും താമസ സ്ഥലങ്ങളും ബോസ്റ്റണ് അഭിമാനം കൊള്ളാനുണ്ടെന്ന് അങ്ങറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കാലിഫോർണിയയിലെ പ്രവർത്തനനിരതവും സന്തുഷ്ടവുമായ സംവത്സരങ്ങൾ അതിവേഗം കടന്നുപോയി. സെൽഫ് റിയലൈസേഷൻ ഫെലോഷിപ്പിൻ്റെ ഒരു കോളനി എൻസിനിറ്റാസിൽ 1937 സ്ഥാപിക്കപ്പെട്ടു. കോളനിയുടെ നിരവധി പ്രവർത്തനങ്ങൾ സെൽഫ് റിയലൈസേഷൻ ഫെലോഷിപ്പിൻ്റെ ആദർശങ്ങൾക്ക് അനുസൃതമായി ശിഷ്യന്മാർക്ക് നാനാമുഖമായ പരിശീലനം നൽകുന്നു. എൻസിനിറ്റാസിലെയും ലോസ് ആഞ്ചലസിലെയും കേന്ദ്രങ്ങളിലെ അന്തേവാസികളുടെ ഉപയോഗത്തിന് പച്ചക്കറികളും പഴങ്ങളും കൃഷി ചെയ്തെടുക്കുന്നു. ഭൂതലം മുഴുവൻ വസിക്കാൻ അവൻ എല്ലാ ജനപദങ്ങളെയും ഒരുവനിൽ നിന്ന് ഉളവാക്കി. ലോകസാഹോദര്യം വിശാലമായ അർത്ഥവ്യാപ്തിയുള്ള ഒരു പദമാണ്. എങ്കിലും ഒരു ലോകപൗരനെന്ന വെളിച്ചത്തിൽ സ്വയം കണ്ട് മനുഷ്യൻ തൻ്റെ സഹാനുഭൂതി വിപുലമാക്കണം. ഇത് എൻ്റെ അമേരിക്ക, എൻ്റെ ഭാരതം, എൻ്റെ ഫിലിപ്പീൻസ്, എൻ്റെ യൂറോപ്പ്, എൻ്റെ ആഫ്രിക്കയാണ് എന്ന് ലോകത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഫലപ്രദവും സന്തുഷ്ടവുമായ ഒരു ജീവിതത്തിനുള്ള സാധ്യത ഒരിക്കലും ഇല്ലാതെ വരികയില്ല. ശ്രീ യുക്തേശ്വരൻ്റെ ശരീരം ഭാരതത്തിലല്ലാതെ മറ്റൊരു രാജ്യത്തും വസിച്ചിരുന്നില്ല എങ്കിലും സാഹോദര്യത്തിൻ്റെ ഈ സത്യം അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ലോകമാണ് എൻ്റെ തറവാട്.